ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വോൾട്ടേജ് ഇല്ലാതെ ചിരിക്ക് കാരണം ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്, നമ്മുടെ പെരുന്നാളാണ്. ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. സന്തോഷങ്ങൾ കിട്ടും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഭയങ്കര ഹാപ്പി തരുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ മൈലാഞ്ചിയൊക്കെ ഒന്ന് നോക്കി, ഞാൻ വിചാരിച്ച സെയിം കളർ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് കാണിക്കാം. ഇന്നത്തെ എൻ്റെ ഒരു പെരുന്നാൾ വിശേഷങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. മുഴുവനായിട്ട് കവർ ചെയ്തിട്ടില്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഒരു ദിവസത്തെ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിചാരം. ഇതാ ഫസ്റ്റ് തന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ആക്കുന്നുണ്ട് അടുപ്പത്ത്. ഇന്ന് നമ്മൾ ഓൾമോസ്റ്റ് ഗ്യാസ് ഇപ്പോൾ എവിടെയും കിട്ടാനുമില്ലല്ലോ. അതിന് മുന്നേ തന്നെ കൂടുതലും പരിപാടികളൊക്കെ അടുപ്പിൽ കഴിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ആവുന്നുണ്ട്, ചോറ് പോലെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിന്ന് ബീഫ് ഉണ്ട്. അപ്പോൾ ബീഫ് ഇന്നലെ തന്നെ ഋഷ രാത്രി കൊടുന്നപ്പോൾ തന്നെ കട്ട് ചെയ്ത് അതൊക്കെ അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ചട്ടിയിലിട്ട് മസാലയൊക്കെ ഇട്ടൊന്ന് ഫ്രൈ രീതിയിലാക്കണം. പിന്നെ ഇന്നലെ നമുക്ക് പത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പത്തിരി ഒന്ന് രാവിലെ ചൂടാക്കുന്നുണ്ട്. നമ്മൾ പരത്തി ഫ്രിഡ്ജിൽ വെക്കുന്നതാണ്. അപ്പോൾ രാവിലെ അതൊന്നും എടുത്ത് ശരിയാക്കുന്നുണ്ട്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വേണമല്ലോ, പെരുന്നാളായതുകൊണ്ട്. ഇതുവരെ ഇപ്പം നോമ്പായതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. നമ്മളിന്ന് കുടിക്കാനായിട്ട് പിസ്തൻ്റെ ജ്യൂസാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. എന്നോട് ആപ്പിൾ കൊണ്ടുവരാൻ പറഞ്ഞത്, പക്ഷേ സത്യത്തിൽ പറഞ്ഞാൽ ഞാനത് മറന്നു. അപ്പോൾ കസ്കസ് ഇട്ടിട്ട് ജ്യൂസ് അടിക്കാമെന്നാണ് പ്ലാൻ. അപ്പോൾ അതാ ഈ ക്യാമറയിലേക്ക് ഒളിഞ്ഞ് നോക്കണ എന്തിനാ വെച്ചാൽ, എനിക്ക് നോർമലി പെരുന്നാൾക്ക് എല്ലാ വർഷവും ഞാൻ ചെറിയ കുട്ടിയാവുന്ന അന്നേ മുഖത്തെന്തേലും തേക്കുക, അല്ലെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ ഇട്ട് കുളിക്കുക, അങ്ങനെ ഒരു പതിവുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ തേക്കുന്നത് നമ്മളെ ഉലുവയും പാലും കൂടിയാണ്. ഈ ജാസീൻ്റെ ഒക്കെ വീഡിയോയിൽ കുറേ പേര് കണ്ടിട്ടുണ്ടാവും ഉലുവയും പാലും. അപ്പോൾ ഞാൻ അതിന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു കേട്ടോ. പക്ഷെ സത്യം പറയുക, അടിപൊളിയാണ്. ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്, ഇതിൻ്റെ ഒരു റിവ്യൂ. പക്ഷെ എനിക്ക് നമ്മൾ ഒരു നോർമലി ഒരു ഫേഷ്യൽ ചെയ്ത പോലെ ഫേസ് നല്ല ക്ലിയർ ആയിരുന്നു കേട്ടോ പെരുന്നാളിൻ്റെ അന്ന്. അപ്പോൾ എനിക്ക് തോന്നി ഇത് തേച്ചിട്ടാവും. പാലും ഉലുവയും കൂടിയാണ്. ഉലുവപ്പൊടിയൊക്കെ കിട്ടും തോന്നുന്നുണ്ട്. ഇത് ഞാൻ ഉലുവ ഒന്ന് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് രാവിലെ അടിച്ചിട്ടാണ് തേച്ചത്. അപ്പോൾ ഞങ്ങൾ ഒരുങ്ങി പള്ളിക്ക് പോവാണ് ഗായ്സ്. ഇതാണ് നമ്മളെ ഔട്ട്ഫിറ്റ് ഞാൻ ശരിക്കും കാണിക്കാം. എല്ലാവരും ഒരുങ്ങി വരുന്നുണ്ട്. പക്ഷെ നോക്കട്ടെ കുഞ്ഞ. അപ്പൊ ഞങ്ങൾ പോവാണ്, പള്ളിക്ക് പോവാണ്. Dima. അത് നിങ്ങളെ പേരെയാണല്ലേ. ഈദ് മുബാറക്. പെരുന്നാൾ അതിന് ഓരോ വീട്ടിലും പോയി ഒന്ന് കയറി ഇറങ്ങലാണ് ഞങ്ങൾ കേട്ടോ. അപ്പം നമുക്ക് സെക്കൻഡ് അടുത്ത വീട് പാനാത്താ. താത്താ വിളിച്ചാനി ദിമ്മ വിളിച്ചാനി. ഈദ് മുബാറക്. പാച്ചു. അപ്പൊ പായസം കുടിക്കണം നമ്മള്. ഏകദേശം ഒരുപാട് വീടുകളിൽ കയറിയിട്ടുണ്ട്. തട്ടൊക്കെ കിടന്നേന്. ഈ ടൈപ്പല്ല ഞാൻ കുത്തില്ല, അതുകൊണ്ട്. ഇന്നലെ മൂക്കിൽ ഞാൻ മറ്റേ നമ്മളതുണ്ടല്ലോ വെച്ചാൽ നോസ്ട്രിപ്പ് പൊട്ടിച്ചുകൊണ്ട് വലിച്ചിരുന്നു. അതുകൊണ്ട് കുറേ മൂക്കുമ്പത്തെ ഇതൊക്കെ പോയി. നല്ല ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടായിരുന്നു, കുറേ പോയി കിട്ടി.
കുറേ ഫ്രണ്ട്സൊക്കെ വന്നു കേട്ടോ കാക്കുവിന്. അപ്പം നല്ല കുട്ടികളുടെ പരിപാടി നമ്പർ കമന്റ് ബോക്സിൽ ഇടല്ലേ? മൊത്ത ഒന്ന് ഊരിക്കണം. കുറേ നേരം കുത്തിയപ്പം കുത്തണം. ചോറുണ്ട്. ഞങ്ങള് വീണ്ടും ഒരുങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളെ പോക്ക് പൂളപ്പാടത്തേക്കാണ്, പൂമോട്ടാത്താൻ്റെ വീട്ടിക്ക്. അപ്പം അവിടെ കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ടേലും പോകുന്നുണ്ടോയെന്ന് അറിയില്ല. അവിടെ ചെന്നിട്ടാണ് അടുത്ത പ്ലാൻ ഇടുള്ളൂ. അപ്പം നമുക്ക് ഇനി അവിടെ പോയിട്ട് കാണാം. പാച്ചുവിൻ്റെ ചെരുപ്പാണ്. പാച്ചു ഉറങ്ങിപ്പോയി. അതെ നീച്ചി, ഞങ്ങൾ ഇരിക്കട്ടെ. അത് നമ്മള് ഒറ്റക്ക് തീറ്റിക്കാൻ പോണം. എന്താ കാട്ടണേ? ഇത് ആ സൈഡ് പോയിക്കോ, ഈ സൈഡാ നോക്കാം. പൂളപ്പാടത്തായിരുന്നു ഇപ്പം ഇത്രയും നേരം. ഇപ്പം ഞങ്ങൾ ഇവിടുന്നും പോവാണ്. ഇപ്പം പെരുന്നാള് തുടങ്ങിയിട്ട് ഇപ്പം ഇന്നൊരു കുറേ വീട്ടുകൂടെ കയറി ഇറങ്ങിയിരിക്കുന്നത്. അപ്പം ഇനി ഞങ്ങൾ പോട്ടെ. ഇനിയിപ്പം നമുക്ക് നാരേക്കാവ്ക്ക് പോവാനുണ്ട്. നോമ്പ് കഴിഞ്ഞിട്ട് പോയിട്ട് നിൽക്കുകയാണ്. എണ്ണ ഞാൻ അടിച്ചു. നമുക്ക് ഒരു ദിവസം അങ്ങനെ പോവാട്ടോ. പെണ്ണ് ഞാനും വേറെ ആരുണ്ട്. ആണി ബാബുനി കൊണ്ട് അതിനുള്ള ആളൊക്കെ കയറാം. 3-4-5 പേരെ ഞാൻ പറയുന്നുണ്ട്. എന്നാ പിന്നെ നമുക്ക് ഈ വണ്ടി കൊണ്ട് പോകണ്ടല്ലോ. ഒരു ദിവസം ഇരുന്നെടുക്കാൻ പറ്റും. ഒരു രസമല്ലേ? ഇവിടുന്ന് റോഡൊക്കെ നന്നായതുകൊണ്ട് ഇനി നമുക്ക് പോക്കൊക്കെ ഒരു പ്രശ്നമില്ല. നാടൻ കോഴി നാട്ടാതി അല്ലാതെ കിട്ടും. വീടിൽ ഇപ്പൊ മറ്റേ കോഴിപ്പീടിയിൽ അത് ഞാൻ കരുതിയിരുന്നു. പോയി വരാം. പോരട്ടപ്പാ. കൂട്ടിക്കാരോട് പറയണ്ടിട്ടോ മോനോട്. പിന്നെ ഞാനങ്ങോട്ട് പോയി ഷൂട്ടിട്ട് രാവിലെ അവർക്ക് കിട്ടി വിഷയങ്ങളൊക്കെ അറിഞ്ഞിരുന്നാലും ഒന്നും കൂടി വിടാൻ പറയണ്ടിട്ടോ. നോമ്പും കഴിഞ്ഞിട്ട് ആദ്യം പോവുക. രണ്ടാളും ഇറങ്ങി. ഞങ്ങൾ 3 ആൾ കേറിയിട്ട് നിങ്ങളെ മടിയിൽ നമ്മളെ സോപ്പുകാരുടെ അത്ര സ്പേസ് ഇല്ല. അപ്പൊ ഇന്നത്തെ നമ്മൾ ഈദ് വ്ളോഗിന്റെ അവസാനത്തെ ടൈമാണ്. ഇപ്പൊ നമ്മളുള്ളത് നാരേക്കാവാണ്. എല്ലാരും ഞെട്ടിക്കണുണ്ട്. ലാസ്റ്റ് ഇപ്പൊ നമ്മളെല്ലാരും കൂടി നാരേക്കാവ് കൂടിക്കാണ്. ഇത് നമ്മളെ കുഞ്ഞാത്താന്റെ മരുവന്, ഇത് കുഞ്ഞാത്താന്റെ മോളു. അതിന് അന്നെടുക്കില്ലല്ലോ, മാറിക്കവിടുന്ന്. കുഞ്ഞാത്ത ഇമ്പു.
അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈദ് വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പൊ നമ്മള് ലാസ്റ്റ് എത്തിയത് നമ്മളെ നാരേക്കാവാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരുടെയും വക ഈദ് മുബാരക്.